പൊട്ടി എന്ന് സങ്കല്പിക്കുക. ഇവിടെ സംഭവിക്കാൻ സാധ്യതയുള്ളതൊക്കെ ഞാൻ മുൻകൂട്ടി പറഞ്ഞുതരാം. നമ്മളെ ചാനലുകാർ വെരി ഹാപ്പി, കുറച്ച് 10 ദിവസം ജീവിച്ചു ഉള്ള വകയായി അവർ കമന്ററി പറയും. അങ്ങനെയാണല്ലോ, ഇപ്പൊ ഇതൊരു കണക്ക് അങ്ങനെയാണല്ലോ. ഒരു ക്രിക്കറ്റിന്റെ കമന്ററി വരുന്നോണേക്കും ഇപ്പൊ 1,99,000 അവർ പറയാൻ സാധ്യതയൊക്കെ മുൻകൂടി പറഞ്ഞുതരാം. ഇപ്പൊ വെറും 1,99,000 മൃതദേഹങ്ങളാണ് കിട്ടിയത്. ഇനി 1000 കൂടെ കിട്ടിയാൽ മാന്ത്രിക സംഖ്യയായ 2 ലക്ഷത്തിലേക്ക് എത്തും. വെരി ഗുഡ്. വയനാട്ടിലെ ഉരുൾപൊട്ടലിന് ശേഷം ജനങ്ങൾക്ക് മുല്ലപ്പെരിയാറിനെ കുറിച്ചുള്ള ആശങ്കകൾ ഏറിക്കൊണ്ടിരിക്കുകയാണ്. പല സ്ഥലങ്ങളിലും ഇതുമായി ബന്ധപ്പെട്ട് ജനങ്ങളുടെ ആശങ്ക വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നു. പക്ഷേ സർക്കാർ ഇതിനെക്കുറിച്ചിട്ട് ഒന്നും പറയാതെ മൗനം പാലിക്കുകയാണ്. മഴക്കാലം തീരുന്നത് വരെ ആളുകൾ ഇതിനെക്കുറിച്ചിട്ട് ആശങ്കപ്പെടുമെന്നും മഴയൊക്കെ നിന്ന് കഴിഞ്ഞാൽ ആ വിഷയം മറക്കുമെന്നുമായിരിക്കും ഒരു പക്ഷേ സർക്കാർ കരുതുന്നത്. എല്ലാ കൊല്ലവും നടക്കുന്ന വിഷയമാണല്ലോ ഇതെല്ലാം. മഴക്കാലത്ത് ചർച്ച വരും, പിന്നെ അത് കഴിയും. കാലങ്ങളോളം ഇത് തന്നെ നടന്നുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ പതിവിന് വിപരീതമായി ഇപ്പോൾ കൂടുതലും മുല്ലപ്പെരിയാർ വിഷയം ചർച്ച ചെയ്യപ്പെടുന്നുണ്ട്. ആദ്യ കാലങ്ങളിൽ ഇതിനുവേണ്ടി അഡ്വക്കേറ്റ് റസൽ ജോയ് മാത്രമാണ് ഉണ്ടായിരുന്നത്. ഇപ്പോൾ പലരും ഇതിൻ്റെ കൂടെ അണിചേരുവാൻ തുടങ്ങി. ഇതിൽപ്പെട്ട ഒരാളാണ് സന്തോഷ് പണ്ഡിറ്റ്. കഴിഞ്ഞ ഓഗസ്റ്റ് 15-ന് പുള്ളിക്കാരൻ ഇതുമായി ബന്ധപ്പെട്ട് ഒരു മാർച്ച് നടത്തിയിരുന്നു. അതിൽ പുള്ളി സജീവമായി പങ്കെടുത്തുമിരുന്നു. അതിൻ്റെ ഭാഗമായി പുള്ളിക്കാരൻ ഒരു പ്രസംഗം നടത്തി. അത് കേട്ടിട്ട് ചില കാര്യങ്ങൾ ഷെയർ ചെയ്യുവാനായിട്ട് തോന്നി. ആദ്യം നമ്മൾക്കത് കുറച്ചൊന്ന് കേട്ടിട്ട് വരാം. എനിക്ക് മനസ്സിലാവാതെ വന്ന ഒരേ ഒരു കാര്യം, നിങ്ങളൊരു വാഹനം വാങ്ങുമ്പോൾ 15 വർഷം എന്ന് പറയുന്ന ഒരു സമയമുണ്ട്. ഒരു ഡാമാണെങ്കിൽ 40, 50 പോട്ടെ 60, അതിനൊരു കണക്കുണ്ട്. ഈ ഒരു ഡാമിന്റെ വിഷയത്തിൽ മാത്രം എന്നെ അത്ഭുതപ്പെടുത്തിയ ഒരു പ്രധാന ഘടകം, 999 വർഷത്തേക്ക് ഇവരെങ്ങനെയാണ് അന്ന് എഗ്രിമെന്റ് വെച്ചതെന്ന്. കാരണം അന്നും പറഞ്ഞിരുന്നത് 50-60 വർഷത്തേക്കാണ് ഒരു ഡാമിനെ പഴക്കം. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമായിരിക്കും, മുല്ലപ്പെരിയാർ ഡാമിൻ്റെ നിർമ്മാണം തുടങ്ങിയത് 1887 ആണ്, ബ്രിട്ടീഷുകാരുടെ കാലത്ത്. ഇതിൻ്റെ നിർമ്മാണം കഴിഞ്ഞത് 1895. 8 വർഷത്തോളം എടുത്താണ് ഇത് നിർമ്മിച്ചത്. അപ്പോൾ ഇത് നിർമ്മിച്ച എഞ്ചിനീയർ തന്നെ പറഞ്ഞത് ഇതിൻ്റെ കാലാവധി 50 വർഷമാണ്, അതിൻ്റെ എക്സ്പയറി ഡേറ്റ്. 50 വർഷം കഴിഞ്ഞിട്ട് ഇത് പൊളിച്ച് കളയണം എന്നായിരുന്നു അന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അപ്പോൾ 1950-ലൊക്കെ ഇത് പൊളിച്ച് കളയേണ്ടതാണ്. തിരുക്കൊച്ചിയിൽ ഒരു നാട്ടുരാജാവ് തമിഴ്നാടുമായിട്ട് ഒരു കരാറിൽ ഏർപ്പെട്ടു. അത് അച്യുതമേനോനാണെന്നും ചിലർ പറയുന്നു. അതായത് 900 വർഷത്തോളം ഈ ഡാം സംരക്ഷിക്കാനായിട്ടായിരുന്നു കരാറ്. അതാണ് പ്രശ്നങ്ങൾക്കൊക്കെ കാരണം. ആ കരാറ് പ്രകാരം തമിഴ്നാട് കോടതിയിൽ ചെന്നു. പിന്നീട് ഉണ്ടാക്കിയ ആൾ തന്നെ പറഞ്ഞത് 50 വർഷം സമയമായിരുന്നു. അപ്പോൾ കരാറിൽ 50 വർഷം പോയി, അതിനു പകരം 900 വർഷമാണ് ഇതിൽ കാലാവധി വെച്ചിരിക്കുന്നത്. ഇതാണ് ഇവിടെ ചർച്ചാ വിഷയമാകുന്നത്. ചില കാര്യങ്ങൾ കൂടി നമ്മൾക്ക് കേട്ടിട്ട് തിരിച്ചു വരാം. അതേസമയം ഇവിടുത്തെ ചില രാഷ്ട്രീയക്കാർ, ഞാൻ മനസ്സിലാക്കുന്നത് 1970-ലെല്ലാം എഴുതി കൊടുത്തതൊക്കെയാണ് നമുക്ക് പണിയാവുന്നത്. നമ്മളിപ്പോൾ കാര്യങ്ങൾ ഒന്നുകൂടെ പഠിച്ചു വരുമ്പോൾ ഈ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ ഫസ്റ്റ് നോക്കേണ്ടത് അവസാനത്തെ വിധി എന്ത്. അങ്ങനെയാണല്ലോ ഏത് കാര്യത്തെയും നമ്മൾ വിലയിരുത്തേണ്ടത്. പണ്ട് പലതും നടന്നിട്ടുണ്ടാവും. അവസാനത്തെ സുപ്രീം കോടതിയുടെ വിധി നിങ്ങൾ ഓരോരുത്തരും സമയം കിട്ടിയാൽ വായിക്കണം. അതിൽ 211-ാം ഖണ്ഡത്തിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ പറയുന്ന കാര്യം, ഇത് കുറെ കൂടി തമിഴ്നാട് പറയുന്നതാണ് ശരിയെന്ന് അവർ പറയുന്നു. തീർച്ചയായിട്ടും ആ ആംഗിളിലൂടെ ചിന്തിച്ചാൽ അങ്ങനെ പറയേണ്ടി വരും. കാരണം 1970-ൽ നമ്മളാണ് അവരോട് വീണ്ടും അതൊരു അവസരം നമുക്ക് കിട്ടിയതാണ്. നമ്മൾ എന്താണ് ചെയ്തത്? കേരളത്തിലെ അധികാരികൾ ഇനി എന്തെങ്കിലും വാങ്ങിച്ചിട്ടാണോ, ചില്ലറ വാങ്ങിച്ചിട്ടാണോ, സ്വന്തം ബുദ്ധിയിലാണോ, അന്നത്തെ ആൾക്കാരും ഇതൊന്നും ഇപ്പം നമ്മളെ വിഷയത്തിൽ പെടുന്നല്ല. പക്ഷെ ഇപ്പോഴത്തെ നമ്മളൊരു വിഷയമായി ചെല്ലുമ്പോൾ 1970-ലെ നിങ്ങൾ എഴുതി കൊടുത്തു എന്ന് പറയുന്ന ഒരു സാധനമുണ്ട്. ഇതാണ് നമുക്ക് വരയാവുന്നത്. അപ്പൊ വീണ്ടും 1970-ൽ നമ്മൾ പല ആളുകളും ചിലപ്പോൾ 1970-ൽ ആരും ജനിച്ചവരായിരിക്കില്ല. ആ സമയത്ത് ഒരു നിയമം ഒരാൾക്ക് നമ്മൾ എഴുതി കൊടുക്കുമ്പോൾ ഏറ്റവും ചുരുങ്ങിയ പക്ഷം നമ്മളെ നിയമസഭയിൽ വെച്ച് നമ്മൾ ഇങ്ങനെ ഒരു കാര്യം അവർക്ക് വീണ്ടും എഴുതി കൊടുക്കുന്നു എന്ന് പറയുമ്പോൾ ഒരു നിയമസഭയിൽ റൂളിംഗ് പാർട്ടി ആയിക്കോട്ടെ, അവരെന്നെ ജയിക്കുള്ളൂ ഒക്കെ സമ്മതിച്ചു. എന്നാലും ഒരു ചർച്ച ചെയ്യാന്ന് പറയുന്ന ഒരു സാമാന്യ മര്യാദയെങ്കിലും വേണം. അതേസമയം 1970-ൽ വളരെ ബ്ലൈൻഡ് ആയിട്ടാണ് എഴുതി കൊടുത്തിരിക്കുന്നത്. ഇതിന്റെ ലോജിക്ക് എന്താണ്? മാത്രമല്ല, ഞാനൊരു മുഖ്യമന്ത്രി ആണെങ്കിൽ ഞാനൊരു കാര്യം എഴുതി കൊടുക്കുന്നു. ഞാൻ പറയുന്നത് എനിക്ക് എന്റെ സമയത്തല്ലേ എഴുതി കൊടുക്കാൻ പറ്റൂ, 5 വർഷത്തേക്ക് എഴുതി കൊടുക്കാൻ പറ്റും. മുഖ്യമന്ത്രിയല്ലേ തീരുമാനിക്കുന്നത് കൊടുക്കണോ വേണ്ടത്. വീണ്ടും നമുക്ക് തോന്നിയത് പോലെയാണ് എഴുതി കൊടുത്തിരിക്കുന്നത്. അപ്പൊ ഞാൻ പറയുന്ന 60 വർഷം കൊണ്ട് ഓൾറെഡി കഴിഞ്ഞിരിക്കുന്ന ഒരു കാര്യം ഇനിയിപ്പോൾ 999 വർഷം എഴുതി കൊടുത്താണ് ഒരു രക്ഷയില്ല എന്ന് പറയുമ്പോൾ, ഒരു നിങ്ങൾക്ക്
കേരളത്തിന് മര്യാദയ്ക്ക് അത് സംസാരിച്ചെടുക്കാൻ പറ്റുമെങ്കിൽ ഒരേ ഒരു ചോദ്യം പോരെ. 60 വർഷം പഴക്കമുള്ള ഒരു ഡാം എങ്ങനെയാണ് 990 വർഷം എഴുതി കൊടുക്കുക? 60 കൊല്ലത്തേക്ക് 1970 മുല്ലപ്പെരിയാറിനെ സംബന്ധിച്ച് സുപ്രീം കോടതിയിൽ ഒരു കേസ് നടന്നിരുന്നു. അപ്പോൾ 1970 കഴിഞ്ഞിട്ട് കേസൊന്നും നടന്നിട്ടുമില്ല. വൻ പ്രതിഷേധങ്ങൾ കഴിഞ്ഞു. പിന്നീട് അത് കാരണം കോടതി ഒരു അന്വേഷണത്തിന് ഉത്തരവും ഇട്ടിരുന്നു. ആ ഉത്തരവിട്ടത് തമിഴ്നാടിൻ്റെ ഭാഗത്തു നിന്നും ഒരു പ്രതിനിധിയെ സർക്കാർ വന്നിട്ട് അയക്കാനായിട്ട് പറഞ്ഞു. കേരളത്തിൻ്റെ ഭാഗത്തു നിന്ന് ഒരു പ്രതിനിധിയെ അയക്കാൻ പറഞ്ഞു. അവർ മുല്ലപ്പെരിയാറിനെ കുറിച്ചിട്ട് വിശദമായി പഠിച്ചിട്ട് ഒരു റിപ്പോർട്ട് തയ്യാറാക്കി കോടതിയെ സമർപ്പിക്കണം എന്നായിരുന്നു ആ ഉത്തരവ്. തമിഴ്നാട് പ്രതിനിധി വന്നിട്ട് തമിഴ്നാടിന് അനുകൂലമായിട്ടുള്ള ഒരു റിപ്പോർട്ട് ആണ് ഉണ്ടാക്കിയിട്ട് സമർപ്പിച്ചത്. കേരളം വന്നിട്ട് KT തോമസിനെ ആണ് പ്രതിനിധിയായിട്ട് അയച്ചത്. മുൻ കോടതി ജഡ്ജിയായ KT തോമസ് സാധാരണയൊക്കെ ഒരു ഡാമിനെ കുറിച്ചിട്ട് പഠിച്ച് റിപ്പോർട്ടൊക്കെ തയ്യാറാക്കണമെങ്കിൽ ഒരു എഞ്ചിനീയറാണ് ഏൽപ്പിക്കുന്നത്. കാരണം ഇതിനെക്കുറിച്ചിട്ടൊക്കെ പഠിക്കാനും അതിനെക്കുറിച്ചിട്ടുള്ള അറിവുകളുമൊക്കെ ഉള്ള ആളുകളാണല്ലോ എഞ്ചിനീയർമാർ. പക്ഷേ അതിന് വിപരീതമായിട്ട് ഇതിനെ ഒരു ജഡ്ജിനെയാണ് ഏൽപ്പിച്ചിരുന്നത്. അപ്പോൾ ഈ പുള്ളി എന്താ ചെയ്തതെന്ന് പറഞ്ഞാൽ ഒരു റിപ്പോർട്ടൊക്കെ തയ്യാറാക്കി ഡാമിന് യാതൊരു പ്രശ്നവും ഇല്ല, അറ്റകുറ്റ പണികൾ നടത്തിയാൽ മതി, ഡാമിന് ഒന്നും സംഭവിക്കില്ല എന്ന് പറഞ്ഞ് ഒരു റിപ്പോർട്ട് തയ്യാറാക്കിയായിരുന്നു സമർപ്പിച്ചത്. അപ്പോൾ റിപ്പോർട്ട് വന്നിട്ട് കോടതിയിലെത്തിയിട്ട് വാദം നടന്നു. ആ സമയം കോടതി ചോദിച്ചു കേരളത്തിന് ഇതിൽ എന്തെങ്കിലും പറയാനുണ്ടോ എന്ന്. അപ്പോൾ കേരളത്തിൽ നിന്നും ആരും ഒന്നും പറഞ്ഞില്ല. അങ്ങനെയാണ് തമിഴ്നാടിന് അനുകൂലമായിട്ടുള്ള വിധി വന്നത്. പക്ഷേ അന്ന് കേരളം ഒന്ന് നന്നായിട്ട് വാദിച്ചിരുന്നുവെങ്കിൽ ഇപ്പോഴുള്ള ഡാമിന് പകരം പുതിയൊരു ഡാം തന്നെ ഒരു പക്ഷേ വരുമായിരുന്നു. അപ്പോൾ അതാണ് സന്തോഷ് പണ്ഡിറ്റ് പറയുന്നത്, എന്തെങ്കിലും കൈമടക്കൊക്കെ വാങ്ങിയിട്ട് ഇങ്ങനെ ചെയ്തതാണോ എന്ന്. ഇനിയും കുറച്ച് ഭാഗങ്ങൾ ശ്രദ്ധിച്ചിട്ട് നമുക്ക് തിരിച്ചു വരാം. അപ്പൊ ഈ ഒരു കാര്യത്തിന് മാത്രം അവിടെ സുപ്രീം കോടതി പറയുന്ന ഒരു കാര്യം, ഇതിനെക്കുറിച്ച് ഒരു 2 ടീമിനോട് ഞാൻ കാര്യങ്ങൾ ചോദിച്ചപ്പോൾ കേരളം ഒന്നും മിണ്ടിയില്ല എന്ന് പറയുന്നുണ്ട്. നിങ്ങൾ സമയം കിട്ടിയാൽ ആ സുപ്രീം കോടതിയുടെ 211 ഖണ്ഡം ഒന്ന് വായിക്കുന്നത് നന്നാവും. എന്ത് ചെയ്യണമെന്ന് ചോദിച്ചപ്പോൾ കേരളം ഒന്നും മിണ്ടിയില്ല എന്ന്. പിന്നെ നമ്മളിവിടെ കിടന്ന് അത് വേണ്ടെന്ന് പറയുമ്പോൾ അതിന്റെ നമ്മളെ ഓരോരുത്തരും വോട്ട് ചെയ്ത് വിജയിപ്പിച്ച ആളുകൾ എന്താണ് ചെയ്തത്, അതിന് പിന്നിൽ അവർക്ക് പുറത്ത് പറയാൻ പറ്റുന്നു, പുറത്ത് പറയാൻ പറ്റാതായിട്ടുള്ള പല പല കാരണങ്ങളും ഉണ്ടാവും, എന്തോ ആവട്ടെ. പക്ഷെ ഞാൻ പറഞ്ഞു വരുന്നത് യഥാർത്ഥത്തിൽ നമ്മൾ ഡിഫൻഡായി. എന്തുകൊണ്ട് ഡിഫൻഡായി? ഒരു കോടതിയുടെ മുന്നിൽ പോലും മര്യാദയ്ക്ക് പറയണ്ടേ? എനിക്കോ നിങ്ങൾക്കോ പറയാൻ പറ്റില്ല. അപ്പൊ അദ്ദേഹം ജോയ് സാർ പറഞ്ഞ പോലെ അതൊക്കെ നമ്മൾ പേഴ്സണലായിട്ട് പലരും കൊടുക്കുന്ന കാര്യങ്ങളാണ്. ഏത് കാര്യം വരുമ്പോഴും കോടതി അഫിഡവിറ്റ് എന്ന് പറഞ്ഞൊരു സാധനം ചോദിക്കും. അതിപ്പോൾ ഒരു ഭാര്യയും ഭർത്താവും തമ്മിലുള്ള ഒരു കാര്യമാണ്, ഒരു അഫിഡവിറ്റ് വരുന്നുണ്ട്, 2 വ്യക്തികൾ തമ്മിൽ. ഇതേപോലുള്ള ഇന്റർസ്റ്റേറ്റ് കാര്യത്തിൽ ഞാൻ മനസ്സിലാക്കുന്നത് 2 സംസ്ഥാനങ്ങളുടെയും കേന്ദ്രത്തിന്റെ അഫിഡവിറ്റ് വെരി ഇമ്പോർട്ടന്റ് ആണ്. നിങ്ങൾ എന്ത് പറഞ്ഞു എന്നുള്ളതാണ്. നമ്മൾ ഇവിടെ കിടന്ന് പലതും പറഞ്ഞാലും പക്ഷെ അവിടെ ചെന്ന് ബബ്ബ അടിക്കുകയും ഇവിടെ വന്ന് നമ്മളെ മുന്നിൽ അയ്യോ ഞങ്ങൾ നിങ്ങളെ കൂടെയാണെന്ന് പറയുന്നതിൽ എന്താണ് ലോജിക്കുള്ളത്? ഇതിന് പിറകെ പിന്നീട് ഒരുപാട് മുദ്രാവാക്യങ്ങളും രാഷ്ട്രീയ പ്രതിനിധികളുടെ മുറവിളികളും ഒക്കെ നടന്നു, മുല്ലപ്പെരിയാർ പൊളിക്കണം എന്നൊക്കെ. അപ്പോൾ മുല്ലപ്പെരിയാറിന് അടുത്ത് താമസിക്കുന്ന ഒരാൾ കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് പറഞ്ഞത്, പണ്ട് മുല്ലപ്പെരിയാറിനടുത്ത് താമസിച്ചവർ ഒരുപാട് സമരങ്ങളൊക്കെ നടത്തിയിരുന്നു. അന്ന് രാഷ്ട്രീയക്കാർ ഇവരുടെ കൂടെ കൂടിയിരുന്നു. പിന്നെ പുറത്തു നിന്നും ആളുകളെയൊക്കെ കൊണ്ടുവന്ന് സമരമൊക്കെ പൊളിഞ്ഞു. അവർ വന്നിട്ട് പാർട്ടിക്ക് പേര് കിട്ടാൻ വേണ്ടിയിട്ടാണോ ഇങ്ങനെയൊക്കെ ചെയ്യിക്കുന്നത് എന്നുള്ളൊരു സംശയമുണ്ട്. അവസാനം സമരം ചെയ്ത ജനങ്ങൾക്ക് ഇതൊക്കെ മനസ്സിലായി. പിന്നെ സമരമൊന്നും ചെയ്യുന്നില്ലെന്ന് ആണ് ഈ അടുത്ത് താമസിക്കുന്ന പുള്ളിക്കാരൻ ഇതിനെക്കുറിച്ചിട്ട് പറഞ്ഞത്. പിന്നെ ഒരാഴ്ച മുമ്പ് നടന്ന മറ്റൊരു സംഭവത്തെക്കുറിച്ചിട്ട് ഇവിടെ സന്തോഷ് പണ്ഡിറ്റ് സംസാരിക്കുന്നുണ്ട്. അത് നമുക്കൊന്ന് കേട്ടിട്ട് തിരിച്ചു വരാം. കർണാടകയിലെ തുംഗഭദ്ര എന്ന് പറയുന്ന ഡാമിന്റെ ഇപ്പൊ നമ്മൾ നിങ്ങൾ ഓരോരുത്തർ ഇവിടെ വന്നിരുന്നതിന് ശേഷമാണ് ഒരു ഡാം തകർന്നിരിക്കുന്നത് 70 വർഷം മുമ്പ്. അപ്പൊ അവര് ഇപ്പൊ 1 ലക്ഷം ക്യൂബിക് അത്രയും വെള്ളം ഇപ്പൊ ഓൾറെഡി പോയി കഴിഞ്ഞു. അപ്പൊ എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ എന്ന് ചോദിച്ചപ്പോൾ അവർ ഇമ്മീഡിയറ്റ്ലി പറഞ്ഞ ഉത്തരം, ഞാൻ ഈ സംസാരത്തിനിടയിൽ കൂടെ ഞാൻ തുംഗഭദ്രയായിട്ട് അവിടെ ബന്ധപ്പെട്ടുകൊണ്ടിരിക്കുന്നു. അപ്പൊ പറഞ്ഞെന്താ അറിയോ, അതിപ്പോ പെട്ടെന്ന് ഇങ്ങനെ വെള്ളം വന്നുകൊണ്ടിരിക്കുമ്പോ ഒന്നും ചെയ്യാനില്ല, മനസ്സിലായില്ലേ? 60,000 1 ലക്ഷം ആയിട്ടേ ഉള്ളൂ. ഇനി 60 ഇരട്ടി കൂടി വെള്ളം പോയതിന് ശേഷമേ ഞങ്ങൾക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റൂ, അങ്ങോട്ട് പോകാൻ പറ്റുമെന്ന്. നിങ്ങൾ ചോദിക്കാനല്ല, ഇപ്പൊ ഓൾറെഡി വെള്ളം വന്നുകൊണ്ടിരിക്കില്ല, എന്താ അവിടെ സംഭവിച്ചത്? ഒന്നും വിചാരിക്കരുത്, അവിടെ എന്തൊക്കെ ഉള്ളിൽ പോയി
കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് കർണാടകത്തിലെ തുംഗഭദ്ര ഡാമിൻ്റെ കുറച്ച് ഭാഗങ്ങൾ തകർന്നിരുന്നു. 1947 നിർമ്മിച്ച ഡാമാണിത്. അതും മുല്ലപ്പെരിയാർ നിർമ്മിച്ച അതേ സുർക്കി മിശ്രിതം വെച്ചിട്ട് നിർമ്മിച്ച ഒരു ഡാമാണ്. അപ്പോൾ ഏതാണ്ട് ഇതേപോലെ മുല്ലപ്പെരിയാറിൻ്റെ അതേ അവസ്ഥയിലുള്ള ഒരു ഡാമാണ് ഈ കർണാടകത്തിൽ. അതിൻ്റെ ഒരു ഷട്ടറിൻ്റെ കൈയാണ് തകർന്നത്. അപ്പോൾ കർണാടകം ആ ഡാമിൻ്റെ 13 ഷട്ടറുകളും തുറന്നു വിട്ടു. കാരണം എന്നാൽ മാത്രമേ ഇതിൻ്റെ പൊട്ടിയ കൈ നന്നാക്കുവാനായിട്ട് സാധിക്കുകയുള്ളൂ. ഏതാണ്ട് 60 ലക്ഷം ക്യൂബിക് മീറ്റർ വെള്ളം പുറത്ത് കളയേണ്ടി വന്നു. മുന്നറിയിപ്പുകളൊക്കെ കൊടുത്തിരുന്നത് കൊണ്ട് വലിയ അപകടങ്ങളൊന്നും സംഭവിച്ചില്ല. പക്ഷെ അത് സംസ്ഥാനത്തിന് വലിയൊരു നഷ്ടമായി തന്നെ മാറി. കാരണം 6ഓളം ജില്ലകൾ ജലസേചനത്തിനായിട്ട് ഈ ഡാമിൽ നിന്നുള്ള വെള്ളമാണ് ഉപയോഗിക്കുന്നത്. അവർക്കാണ് ഈ വെള്ളമൊക്കെ നഷ്ടപ്പെട്ടത്. ഇതേപോലെയാണ് മുല്ലപ്പെരിയാറിനെ സംബന്ധിച്ചും പ്രശ്നം വരാൻ പോകുന്നത്. തമിഴ്നാട്ടിനും ഇതുപോലെ വെള്ളം കിട്ടാത്തൊരു സ്ഥിതി വരും ഡാം തകർന്നാൽ. ഡാം പുതുക്കി പണിഞ്ഞാൽ തന്നെ 5-6 വർഷത്തോളം തമിഴ്നാടിന് ആ സ്ഥലങ്ങളിൽ വെള്ളം ഇറക്കി കൊടുക്കേണ്ടതായിട്ട് വരും. അതിന് തന്നെ കോടികളുടെ രൂപ ചിലവായിട്ട് വരും. അപ്പോൾ അത് ഭയന്നാണ് ഡാം പൊളിക്കുന്നില്ല എന്നവർ പറയുന്നത്. ഇനി ഡാം പൊട്ടുന്ന കഥയും സന്തോഷ് പണ്ഡിറ്റ് ഇവിടെ പറയുന്നുണ്ട്. അതൊന്ന് കേട്ടിട്ട് വരാം. കർണാടകയിലെ തുംഗഭദ്ര എന്ന് പറയുന്ന ഡാമിന്റെ ഇപ്പൊ നമ്മൾ നിങ്ങൾ ഓരോരുത്തർ ഇവിടെ വന്നിരുന്നതിന് ശേഷമാണ് ഒരു ഡാം തകർന്നിരിക്കുന്നത് 70 വർഷം. അപ്പൊ അവര് ഇപ്പൊ 1 ലക്ഷം ക്യൂബിക് അത്രയും വെള്ളം ഇപ്പൊ ഓൾറെഡി പോയി കഴിഞ്ഞു. അപ്പൊ എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ എന്ന് ചോദിച്ചപ്പോൾ അവർ ഇമ്മീഡിയറ്റ്ലി പറഞ്ഞ ഉത്തരം, ഞാൻ ഈ സംസാരത്തിനിടയിൽ കൂടെ ഞാൻ തുംഗഭദ്രയുടെ അവിടെ ബന്ധപ്പെട്ടുകൊണ്ടിരിക്കുന്നു. അപ്പൊ പറഞ്ഞെന്താ അറിയോ, അതിപ്പോ പെട്ടെന്ന് ഇങ്ങനെ വെള്ളം വന്നുകൊണ്ടിരിക്കുമ്പോ ഒന്നും ചെയ്യാനില്ല. മനസ്സിലായില്ലേ? 60,000 1 ലക്ഷം ആയിട്ടേ ഉള്ളൂ. ഇനി 60 ഇരട്ടി കൂടി വെള്ളം പോയതിന് ശേഷമേ ഞങ്ങൾക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റൂ, അങ്ങോട്ട് പോകാൻ പറ്റുമെന്ന്. അപ്പൊ നിങ്ങൾ ചോദിക്കാനല്ലേ, ഇപ്പൊ ഓൾറെഡി വെള്ളം വന്നോണ്ടിരിക്കില്ല, എന്താ അവിടെ സംഭവിച്ചു? ഒന്നും വിചാരിക്കരുത്, അവിടെ എന്തൊക്കെ ഉള്ളിൽ പോയി ഒരു ഇനി ബൈ ചാൻസ് ഇവിടെ മുല്ലപ്പെരിയാർ ഡാം പൊട്ടി എന്ന് സങ്കല്പിക്കുക, ഇവിടെ സംഭവിക്കാൻ സാധ്യതയുള്ള ഞാൻ മുൻകൂടി പറഞ്ഞുതരാം. നമ്മളെ ചാനലുകാർ വെരി ഹാപ്പി, കുറച്ച് 10 ദിവസം ജീവിച്ചു പോകാനുള്ള വകയായി അവർ കമന്ററി പറയും. അങ്ങനെയാണല്ലോ ഇപ്പൊ ഇതൊരു കണക്ക്, അങ്ങനെയാണല്ലോ ഒരു ക്രിക്കറ്റിന്റെ കമന്ററി വരുന്നോണേക്കും. ഇപ്പൊ 1,99,000 അവർ പറയാൻ സാധ്യതയൊക്കെ മുൻകൂടി പറഞ്ഞുതരാം. ഇപ്പൊ വെറും 1,99,000 മൃതദേഹങ്ങളാണ് കിട്ടിയത്. ഇനി 1000 കൂടെ കിട്ടിയാൽ മാന്ത്രിക സംഖ്യയായ 2 ലക്ഷത്തിലേക്ക് എത്തും. വെരി ഗുഡ്. അപ്പോ എക്സ് എന്ന് പറഞ്ഞാൽ നമ്മളെ ചാനലുകാരെ പറയും, ഇതാ 2 ലക്ഷം എന്ന മാതൃകയിലെ തിരിക്കുകയാണ്. ഇത് കാണുമ്പോൾ മറ്റേ ഈ അവസാനം കിട്ടിയ 1000 മൃതദേഹം ഞങ്ങൾക്ക് മാത്രം കിട്ടിയതാണ്, ഞങ്ങളുടെ ടിവിക്ക് മാത്രമാണ് കിട്ടിയത്, ഞങ്ങളാണ് സംഭവം. ഇത് കേൾക്കുമ്പോ മറ്റേ ചങ്ങായിക്ക് ദേഷ്യം പിടിക്കും, എടാ നീ എന്തെങ്കിലുമൊക്കെ പറയുന്നത്. അപ്പൊ മറ്റോ പറയും, അവന് വെറും 2 ലക്ഷം, ഞങ്ങൾക്ക് 2,10,000 കിട്ടി. അപ്പൊ മറ്റോ ചോദിക്കല്ല 10,000 എടുത്ത് വന്നു, എടാ എന്തായാലും കുറെ എണ്ണം മരിക്കുന്നില്ലേ, 10,000 ഒക്കെ പോലെ വരും. നമുക്ക് മുൻകൂട്ടി ഇനി അഡ്വാൻസ് എന്ന് പറയാം. 10 ദിവസം ഇവരിത് പറഞ്ഞിരിക്കും. പിന്നെ കുറച്ച് ചാരിറ്റി പിരിവുകാർ, ജനങ്ങളെ നിങ്ങൾ കയ്യിൽ മനസ്സിലാക്കണം, 2 ലക്ഷം ആൾക്കാരാണ് മരിച്ചത്, നിങ്ങളെ കയ്യിലുള്ള പൈസ ഉടനെ കിട്ടുക കേട്ടോ, എങ്ങനെയും ഞാൻ ജീവിച്ച് കഞ്ഞുടിച്ച് പോട്ടെ എന്ന് പറഞ്ഞിട്ട് അവിടുത്തെ ജനങ്ങളെ രക്ഷിക്കണം, മണ്ണിലടിയിലുള്ളവനെ രക്ഷിക്കണം എന്ന് പറഞ്ഞിട്ട് അങ്ങനെ കുറച്ച് ചാരിറ്റി പിരിവ് നടക്കും. ഇവിടെ നടക്കാൻ സാധ്യതയില്ല ഞാൻ പറയുന്നത്. ഇനി സംസ്ഥാനം പറയാൻ സാധ്യതയുള്ളത്, മുല്ലപ്പെരിയാർ പൊട്ടുമെന്ന് ഇന്നേവരെ ആരും പറഞ്ഞിട്ടില്ല. സത്യം പറഞ്ഞാൽ ഞങ്ങൾക്ക് അറിയില്ലായിരുന്നു. അല്ലെങ്കിൽ കേന്ദ്രം പറയണ്ടേ? നമ്മളോട് പറയും കേന്ദ്രം പറയണമായിരുന്നു. കേന്ദ്രം എന്താണ് പറഞ്ഞത്? തുടർച്ചയായിട്ട് മഴയുണ്ട്, ഒന്ന് ശ്രദ്ധിക്ക്, മുല്ലപ്പെരിയാർ പൊട്ടുന്ന് പറഞ്ഞോ, ഉടനെ എല്ലാവരും മൈക്കൊണ്ട് കേന്ദ്രത്തിനെടുത്ത് പോയി കേന്ദ്രം. അത് പിന്നെ തുടർച്ചയായിട്ട് മഴ പെയ്തപ്പോ ഞങ്ങൾ കൃത്യമായിട്ട് ഇവന്മാരോട് പറഞ്ഞതാ, എടാ പലതും പൊട്ടും, മുല്ലപ്പെരിയാർ എന്ന് പറഞ്ഞില്ല, അത് അവർ ഊഹിച്ചെടുക്കണ്ടേ. ഇത് ഞങ്ങളുടെ തെറ്റല്ല, അത് കേരളത്തിന്റെ തെറ്റാണ്. കേരളം പറയുന്നത് കേന്ദ്രത്തിന്റെ തെറ്റാണ്. ഉടനെ എല്ലാവരും കൂടെ അവസാനം തമിഴ്നാട് സർക്കാരിന്റെ അടുത്ത് പോയി. സർക്കാർ പറയും 2 ലക്ഷം ആള് പോയാലും ഞങ്ങൾക്ക് വിഷമം കിട്ടോ, ഞങ്ങളോട് ആരും ഇന്നേ വരെ മുല്ലപ്പെരിയാർ പൊട്ടുന്ന് പറഞ്ഞിട്ടില്ല. ഒരു കാര്യം ചെയ്യും, ഏതായാലും പരിചയയിലൊക്കെ വിഷമമുണ്ട്, ഒരു 5 കോടി ഞങ്ങൾ. അപ്പോൾ ചാനലുകാരുടെ ആഘോഷത്തെ പറ്റിയൊക്കെ സന്തോഷ് പണ്ഡിറ്റ് ഇവിടെ രസകരമായിട്ടുള്ള രീതിയിൽ അവതരിപ്പിക്കുന്നുണ്ടെങ്കിലും അത് കുറച്ച് കടന്ന കൈ ആയിപ്പോയി. കാരണം ധാരാളം മീഡിയ, കേരളത്തിലെ ധാരാളം മീഡിയാസിൻ്റെ ഹെഡ് ഓഫീസ് വന്നിട്ട് കൊച്ചിയിലാണ്. ഏതാണ്ട് 75% മീഡിയ ഹെഡ് ഓഫീസ് വന്ന് കൊച്ചിയിലാണ് പ്രവർത്തിക്കുന്നത്. അപ്പോൾ ഇങ്ങനൊരു അവസ്ഥ വന്നാൽ അതൊക്കെ അങ്ങ് ഒലിച്ചു പോകും. പിന്നെ ആഘോഷിക്കാനും റിപ്പോർട്ടൊക്കെ ചെയ്യാനൊക്കെ ആരാണ് മിച്ചം വരുന്നത് എന്നതാണ് ഇവിടെ സംശയിക്കേണ്ടിയിരിക്കേണ്ടത്. അപ്പോൾ ഇതുമായിട്ടുള്ള ചർച്ചകളും കാര്യങ്ങളൊക്കെ വിദഗ്ധന്മാരും സാധാരണക്കാരും എല്ലാവരും ഒരുപാട് കാലാകാലങ്ങളായിട്ട് ഇതിങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇതിൻ്റെയൊക്കെ ഫ്യൂച്ചർ, ഭാവി എന്തായി തീരുമെന്ന് ഇപ്പോൾ ഒന്നും പറയുവാൻ പറ്റാത്ത ഒരു അവസ്ഥയാണ്. എന്തായാലും കാര്യങ്ങൾ അതിൻ്റെ ഗൗരവത്തോടെ തന്നെ സർക്കാർ കണ്ടിട്ട് അതിന് ഉചിതമായിട്ടുള്ളൊരു നടപടി എന്താണോ
ഈ വയനാട് ഉരുൾപൊട്ടലിന് ശേഷം എല്ലാവർക്കും ആശങ്ക ഉളവാക്കിക്കൊണ്ടിരിക്കുന്ന ഒരു വിഷയം തന്നെയാണ് ഈ മുല്ലപ്പെരിയാർ അണക്കെട്ട്. അപ്പോൾ അതിനെന്തെങ്കിലും നല്ല തീരുമാനം താമസിയാതെ തന്നെ വരട്ടെ എന്ന് ചിന്തിച്ചുകൊണ്ട് ഇന്നത്തെ വീഡിയോ ഇവിടെ സമാപിക്കുന്നു. അപ്പോൾ അടുത്ത ഇതുപോലെയുള്ളൊരു പ്രധാനപ്പെട്ട വിഷയവുമായിട്ട് നാളെ കാണാം.